എല്ലാ കാലവും ഈ വീട് അമ്മയ്ക്ക് കൂടി അവകാശപ്പെട്ടതാണ്. ഞാനെല്ലാം പ്രണവിന്റെ പേരിൽ എഴുതി വെക്കുമ്പോഴും ഈ വീട് മാത്രം അമ്മയുടെ അച്ഛന്റെ കാലശേഷം മാത്രമേ അവൻ അവകാശപ്പെട്ടതാവൂന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അമ്മയ്ക്ക് ഈ വീട് എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ സ്നേഹം എന്നും അമ്മയ്ക്കൊപ്പം ഉണ്ടാവും. അമ്മ ഈ വീട്ടിൽ തന്നെ ജീവിക്കണം. അതിനുള്ള അവകാശം അമ്മയ്ക്കുണ്ട്. നിങ്ങളില്ലാത്ത വീട്ടിൽ എനിക്കൊരു അവകാശവും വേണ്ട. ഇനി ഈ വീടിനോട് എനിക്ക് അങ്ങനെ ഒരു സ്നേഹമില്ല. പറ്റുമെങ്കിൽ നിങ്ങൾ എന്നെ കൂടി കൊണ്ടുപോയേ പറ്റൂ. അമ്മ എന്തോന്നേ കാണിക്കുന്നേ? പറയുന്നൊന്നും മനസ്സിലാക്ക്. അമ്മ എന്റെ അമ്മയാണ്, അമ്മയുടെ മകനാണ് ഞാൻ. അപ്പൊ പിന്നെ അമ്മ എന്റെ കൂടെ അല്ലേ നിൽക്കേണ്ടത്? വിടണ അങ്ങോട്ട്. നിന്റെ അമ്മ എന്ന് പറയാൻ നാണില്ലേടാ നിനക്ക്? അമ്മേ പ്ലീസ്, ദയവ് ചെയ്ത് അമ്മ ഇവിടുന്ന് പോകരുത്. ഈ പ്രണവ് എന്തിനാ ഈ തള്ളയുടെ കാല് പിടിക്കുന്നത്? എങ്ങനെയെങ്കിലും ഒഴിവാക്കി വിടുകയല്ലേ വേണ്ടത്. അതുകൊണ്ടാ ഇവന് ബുദ്ധിയില്ല എന്ന് ഞാൻ പറയുന്നത്. അമ്മയുടെ കാല് ഞാൻ പിടിക്കാം. അമ്മ ഈ വീട് വിട്ട് പോകരുത്. ഇനി നീ എന്നെ അമ്മ എന്ന് പോലും വിളിച്ചു പോരുത്. അതിനുള്ള അവകാശം നിനക്കില്ല. എനിക്ക് ഒരു മോനെ ഉള്ളടാ. അത് ഈ നിൽക്കുന്ന എന്റെ ഗൗതമ. നീ എന്റെ മോനുമല്ല, ആരുമല്ല. കിട്ടിയ സ്വത്തുക്കളൊക്കെ കൂട്ടിവെച്ച് നീ സുഖമായിട്ട് ജീവിച്ചോ. നിങ്ങളോട് ഞാൻ യാചിക്കുക, ദയവ് ചെയ്ത് നിങ്ങൾ എന്നെയും കൂടെ കൂട്ടണം. അതല്ല, ഞാൻ നിങ്ങൾക്കൊരു ഭാരമാകുമെന്നുള്ള തോന്നലുണ്ടെങ്കിൽ വേണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ വഴിയെ പോകാം. പക്ഷെ ഇപ്പോ ഈ നിമിഷം ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും. പ്ലീസ് മോനെ, നിന്റെ കൂടെ ജീവിക്കാനുള്ള കൊതി കൊണ്ട്. നിന്റെ പെറ്റമ്മ അല്ലെന്നല്ലേ ഉള്ളൂ. നീ അമ്മ എന്ന് വിളിച്ച് വളർന്നത് എന്നെയല്ലേ? എന്നെ കൂടെ കൊണ്ടുപോടാ മോനെ, കൊണ്ടുപോ. അമ്മ ഗൗതം പ്ലീസ്. അമ്മേ, മോനെ മോനെ നീ ഒന്നോർത്ത് വെച്ചോടെ പ്രണവൻ. ഈ ചെയ്തതിന്റെ ഒക്കെ ശാപം നിന്റെ മരണം വരെ നിന്നെ പിന്തുടരും. ഞാനാ പറയുന്നത്. എന്റെ ഭർത്താവ് എനിക്കുണ്ടാക്കി തന്ന ഒരുപാട് സാധനങ്ങൾ ഈ അകത്തുണ്ട്, ആഭരണങ്ങൾ ഉൾപ്പെടെ. ഇപ്പൊ എനിക്ക് അകത്ത് കയറി എന്ത് വേണമെങ്കിലും എടുക്കാം. എന്റെ മോനും മരുമോൾക്കും ഉടുതുണി അല്ലാതെ ഒന്നും എടുക്കാൻ അവകാശമില്ലാത്ത ഈ വീട്ടിൽ നിന്ന് എനിക്കും ഒന്നും വേണ്ട. ഒന്നും എടുക്കുന്നില്ല ഞാൻ. ദേ, ഈ നിന്ന് നിൽപ്പിൽ ഇറങ്ങാൻ പോവാ. പറഞ്ഞത് മറന്നു പോരുത് നീ. അനുഭവിക്കൂടാ നീ. ഇന്നു മുതൽ ഓരോ ദിവസവും അനുഭവിച്ചു തുടങ്ങാൻ പോവാ. അമ്മ വാ. എല്ലാം ഞാൻ കേട്ടു സാർ. കഷ്ടമായിപ്പോയി. നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു യാത്ര പോലും ആരോടും പറയാൻ നിൽക്കാതെ
ഈ ഗേറ്റും പിടിച്ചൊന്ന് ചാരിയിട്ടിട്ട് ഞാനും ഇറങ്ങും. ശമ്പളത്തിന്റെ കാര്യത്തിലൊന്നും പ്രണവ് ഒരു കുറവും വരുത്തില്ല. തൽക്കാലം വിവേകേട്ടൻ ഇവിടെ നിൽക്കുക. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവട്ടെ, അന്ന് ഞങ്ങൾ വിളിച്ചോണ്ട് പൊയ്ക്കോളാം. എടുത്തു ചാടി ഉള്ള ജോലി കളയേണ്ട വിവേകെ, അതാ നല്ലത്. തോട്ടിപ്പണി ചെയ്താലും മനസ്സിലൊരു തൃപ്തി വേണ്ടേ അമ്മേ? ഞാൻ ഈ ഗേറ്റിൽ കാവൽ നിന്നിട്ടുണ്ടെങ്കിൽ അത് അന്തസ്സോടെയാ, അഭിമാനത്തോടെയാ. ഈശ്വരമംഗലം വീടിന്റെ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ എനിക്കതൊരു വല്ലാത്ത അഭിമാനമാണ്. ഇപ്പൊ അതൊന്നും ഓർക്കണ്ട. നിധി പറഞ്ഞ പോലെ നമുക്കൊരു വഴി ഉണ്ടാക്കാം. ഇപ്പൊ ഞങ്ങൾ പൊയ്ക്കോട്ടെ. ആ വിവേകേട്ടാ, മോളുടെ വിദ്യാഭ്യാസകാരൻ ഞാൻ ഏറ്റിരുന്നതല്ലേ? ഇപ്പോ ഒന്നുമില്ല എന്റെ കയ്യില്. വേണ്ട സാറേ, സാർ എന്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. അവൾക്കൊരു കുഴപ്പവും വരില്ല. അല്ല, സർജറി നടക്കണം. ഞാൻ എവിടെന്നെങ്കിലും പണം സംഘടിപ്പിച്ചു തരും. വിഷമിക്കണ്ട. എന്നാ പോട്ടെ.